ഹായ്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഇനി എന്ത് എന്നുള്ളതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, രക്ഷിതാക്കൾക്ക്. കാരണം ചെറുതിലേ തന്നെ ഞാൻ എന്താകണം, എങ്ങനെയാകണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്, രക്ഷിതാക്കൾ. പക്ഷേ ഒരു 10th കഴിഞ്ഞ് 11ഉം 12ഉം ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 11 കഴിഞ്ഞ് 12ലേക്കൊക്കെ കയറുമ്പോൾ കുട്ടിയുടെ മാർക്കൊക്കെ കണ്ടിട്ടാണ് പലരും ഇനി എന്ത് എന്ന് ആലോചിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നവും അത് തന്നെയാണ്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ചെറുപ്പത്തിലേ തന്നെ ഡോക്ടറാകണോ അല്ലെങ്കിൽ IAS ആകണോ, എന്താണ് വേണ്ടത്, അതിനനുസരിച്ചുള്ളൊരു പ്രിപ്പറേഷൻ പോകും. പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും അത് ചിന്തിച്ച് തുടങ്ങുന്നത് ഏറ്റവും അവസാനത്തെ ഒരു ഫേസിൽ, ഒരുപക്ഷെ 10th മിനിമം നമ്മളൊരു 10th ഒക്കെ എത്തുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ +1 +2 കഴിഞ്ഞ കുട്ടി അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഇനി എന്തെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ്. ആദ്യത്തെ ഓപ്ഷൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ തന്നെയാണ്. അതായത് MBBS BDS അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ പോലുള്ള കോഴ്സുകൾ. അതിനറിയാം കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. 25 ലക്ഷം സ്റ്റുഡൻസ് ആണ് പരീക്ഷ കഴിഞ്ഞ വർഷവും എഴുതിയത്. അപ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷനാണ്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ വേണം. ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും. പക്ഷെ അതിന് എത്ര പേർക്ക് കഴിയും എന്നുള്ളത് വലിയ ക്വസ്റ്റ്യനാണ്. എത്ര പേര് അതിന് തയ്യാറെടുക്കും എന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് +2 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും റിപ്പീറ്റേഴ്സ് കോഴ്സിന് ചേരാം. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം. അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങൾ വഴി നമുക്ക് നീറ്റ് പരീക്ഷയെ, അതുപോലെ തന്നെ JEO, JEE അഡ്വാൻസ്, മെയിൻ, അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. പക്ഷെ അതിനൊക്കെ അപ്പുറം സാധാരണ രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീറ്റിൽ അല്ലെങ്കിൽ എനിക്ക് കീമിൽ മാർക്ക് കുറവാണ്, പക്ഷെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് പോകണം, ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്. അവിടെ പലർക്കും ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. കാരണം നമ്മുടെ എല്ലാം ഒരു തോന്നല് ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ അതിന് ജോലി സാധ്യത കുറവാണ്, അതൊക്കെ എങ്ങനെയാണ് എത്തുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ശരിക്കും ഒരു ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ പല കുട്ടികളും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് ഒരുപാട് കുട്ടികൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, മിസ്സേ ഗ്രാജുവേഷൻ ഏത് സബ്ജക്റ്റാണ് വേണ്ടത്, ഏത് സബ്ജക്റ്റാണ് വേണ്ടത്. അപ്പോൾ ഏത് സബ്ജക്റ്റാണെന്ന് തീരുമാനിക്കുന്നത് ശരിക്കും 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സബ്ജക്റ്റിനോടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ്. നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ബോട്ടണി നമുക്ക് പഠിക്കാം. അവിടെ നമുക്ക് പ്ലെയിൻ ബോട്ടണി പഠിച്ചു കഴിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ ബോട്ടണിക്ക് എന്തൊക്കെ ചാൻസസ് ആണുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിഷ്വൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അതല്ല, ആനിമൽസിനെ ഇഷ്ടമാണ്, പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ നമുക്കൊരു വെറ്റിനറി ഒന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ലെവലിലേക്ക് പോകുന്നില്ല, ഒരു സുവോളജി പഠിച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുവോളജി പഠിക്കാം. ഇനി ആപ്ലിക്കേഷൻ ബയോളജിയിലേക്ക് വരുമ്പോൾ, അതായത് ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി തുടങ്ങിയ കോഴ്സുകളാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ പ്രിഫർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അവിടെയൊക്കെ ഒരു പുതിയ കോഴ്സ് അല്ലെങ്കിൽ ഒരു ന്യൂജൻ കോഴ്സ് എന്നുള്ളതിനേക്കാൾ ഉപരി ആ കോഴ്സിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്, അത് എവിടെ പഠിച്ചാലാണ് കിട്ടുക എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോ സ്ഥലത്തും കുഞ്ഞു കുഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പോലും ഇന്ന് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജുകൾ, പ്രത്യേകിച്ചും ഈ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി പോലുള്ള കോഴ്സുകളാകുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രാക്ടിക്കൽ അപ്രോച്ച് നമുക്ക് കിട്ടുന്ന ഒരു കോളേജ് ചൂസ് ചെയ്യുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, അത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നീറ്റ് അല്ലെങ്കിൽ JEE ആ ലെവലിലേക്ക് എത്താൻ, അതിലേക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിലേക്ക് പഠിച്ചെത്തിയില്ലെങ്കിൽ കൂടി അത്യാവശ്യം നന്നായിട്ട് കണ്ടന്റ് ഉള്ള ഒരു കുട്ടിക്ക് CUET ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. CUET സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമുക്കൊരു പാഷൻ ഉണ്ടാകും, ഒരു സബ്ജക്റ്റിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതിനനുസരിച്ചാണ് നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ വേറെയും ഒരു കാര്യം കേട്ടോ, ഇതൊന്നും ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ പറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ടല്ല നമ്മളിത് തീരുമാനിക്കേണ്ടത്. ശരിക്കും നമ്മളെല്ലാവരും, അത് രക്ഷിതാക്കളായാലും കുട്ടികളായാലും, ഇതിന് വേണ്ടിയിട്ടൊരു റിസർച്ച് തന്നെ നടത്തണം. റിസർച്ച് എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ റിസർച്ച് ഒന്നും വേണ്ട, പക്ഷെ എങ്കിൽ പോലും കുറച്ച് ദിവസങ്ങളെങ്കിലും അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കണം. ഇന്ന് നമുക്ക് ഡിജിറ്റൽ ഡിവൈസിൻ്റെ ലോകമാണ്. നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ
അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ നമ്മൾ നോക്കുകയും ആ അറിവുകൾ അക്വയർ ചെയ്തതിന് ശേഷം നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതും കൂടെ മേർജ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ എന്ത് തീരുമാനം എടുത്താലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ, നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആണോ. നിങ്ങൾ കംഫർട്ടബിൾ ആണോ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തീരുമാനമാണെങ്കിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. കാരണം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് വരുന്നോ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ഒരു ഇഫേർട്ട് നിങ്ങൾ കൂടുതൽ കൊടുക്കും. നിങ്ങൾ കൊടുക്കുന്ന ഇഫേർട്ട് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ തരും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റ് വീഡിയോസ് കാണുന്നതും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴും എന്ത് നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസർച്ച് എല്ലാ കാര്യത്തിലും ചെയ്യുക. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു എയിം, ഇതൊക്കെ കൂടിയാകുമ്പോൾ +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതിന് ആൻസർ ആകും.